സാർ ഹീറോ ഹീറോയിൻ ഇറങ്ങിയല്ലോ. അല്ല, ഹീറോയെ പോലെ ഇറങ്ങിയല്ലോ എന്നാ പറഞ്ഞത്. ആവനി, കഴിഞ്ഞ ദിവസം നടന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? കല്യാണമാണല്ലോ വിഷയം. ഗുഡ് ന്യൂസ് ആണോ ബാഡ് ന്യൂസ് ആണോ നോക്കാലോ. തനിക്ക് ഇഷ്ടമല്ലെന്ന് താൻ പറഞ്ഞതല്ലേ? തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുള്ള കാര്യം വീട്ടിലുള്ള എല്ലാവർക്കും അറിയുന്നതാ. പിന്നെ എന്തിനാ അതിനെപ്പറ്റി തന്നെ ആലോചിക്കുന്നേ? ആദ്യം അതൊക്കെ മൈൻഡിൽ നിന്ന് ഒഴിവാക്ക്. കേട്ടല്ലോ? താൻ വാ. യെസ് യെസ് യെസ്. ഇനി അവൻ ഇത് മതിയല്ലോ. സർ, എന്റെ ആവനിയുടെ പെണ്ണ് കാണൽ ക്യാൻസലായി. നീ പെട്ടെന്ന് പോയി സ്വീറ്റ്സ് കൊണ്ടുവാ. അതെന്തിനാ സർ? പറഞ്ഞത് ചെയ്യടാ കൊളപ്പുള്ളി. സുഭാഷ്, സ്വീറ്റ്സ് എടുത്തോ. ഇതിപ്പോ എന്തിന്റെയാ സാർ? നീ ആദ്യം എടുക്ക, പറയാം. മധു എടുത്തു. ഹേമന്ത്, സ്വീറ്റ്സ് എടുക്ക്. രാജേന്ദ്രൻ, നീ എടുക്ക്. ഹലോ ആവനി, 2021 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫയൽ എടുത്തിട്ട് വാ. ആ ശരി. താങ്ക് യു സർ. നീ എടുക്ക്. ഇന്നെന്താ സാർ സ്പെഷ്യല്? പറയാം. ഗീത, എന്താ ഗുഡ് ന്യൂസ്? ആദ്യം ഇതെടുക്ക്. മനീഷ, സ്വീറ്റ്സ് എടുക്ക്. ഗുഡ് ന്യൂസ് എന്താന്ന് പറഞ്ഞാ അത് വളരെ നന്നാവില്ലേ സാർ? പറയുമല്ലോ, ആദ്യം നീ ഇതെടുക്ക്. താങ്ക് യു സർ. ശ്രീകർ, എടുക്ക്. എന്താ കാര്യം? പറയാം, നീ കഴിക്ക്. പേടിയടാ. ഇനിയും ഈ സസ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല. ഞാൻ പറയാം. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. ഒന്നുമില്ല ശ്രീകർ, ഈ അടുത്ത എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമായി തുടങ്ങിയത്. ആ ഇഷ്ടം പതിയെ പ്രേമമായി തുടങ്ങിയിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. പ്രണയമായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും കല്യാണത്തിനുള്ള വഴിയല്ലേ? പക്ഷേ ഇതിൽ എന്റെ ഹൃദയം നിലച്ചുപോയ കാര്യം എന്താണെന്ന് വെച്ചാ, ഇന്നലെ ആ കുട്ടിയെ പെണ്ണ് കാണാൻ ഒരാൾ വന്നു. എന്നിൽ നിന്ന് അവൾ അകന്നു പോകുമോന്ന് പേടിച്ചു പോയി ഞാൻ. പക്ഷെ അവിടെ ആ കുട്ടിയുടെ കല്യാണാലോചന ക്യാൻസലായി. ആ സന്തോഷം കൊണ്ടാ ഈ സ്വീറ്റ്സ് വിതരണം. അല്ല, ആ പെൺകുട്ടി ആരാ സർ? സസ്പെൻസ്. ആരാണെന്ന് പറ സർ. സാർ, നിങ്ങൾ നാണിക്കല്ലേ സാർ? കെട്ടി തൂങ്ങി ചാവാൻ തോന്നുന്നു. സമയമാകുമ്പോ ഞാൻ പറയാം. ശ്രീകർ എന്നോട് ഒരു ഓൾ ദി ബെസ്റ്റ് പോലും പറഞ്ഞില്ല.
എടുത്തോളൂ ആവനി. അയ്യോ, എന്തിനാ ഇത്ര ബുദ്ധിമുട്ട് കാണിക്കുന്നേ? എടുക്കുന്നേ. ഇത് പിടിക്ക്. അവനി, എനിക്കൊരു നല്ല കുട്ടിയെ കിട്ടണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിപ്പോ കിട്ടി. എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ മുമ്പിൽ പോയി നിന്ന് ഞാൻ എൻ്റെ മനസ്സിലുള്ളതൊക്കെ പറയും. ഇനി പറയുന്ന എന്തിനാ? ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞില്ലേ? ആ സുന്ദര സൗഭാഗ്യം എന്നിൽ നിന്ന് അകലുമെന്ന് കരുതി രാത്രി മുഴുവൻ വിരഹവേദന അനുഭവിക്കായിരുന്നു. സാർ, അത് വിരഹവേദനയല്ല സാർ, വേദനിപ്പിക്കലാണ് സാർ. ഡാ, രണ്ടിലും വേദന ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ കേക്കില്ലല്ലോ. ആ, എനിക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് ആ കല്യാണം നടക്കില്ല. അതായത് ദൈവം ആ പെൺകുട്ടിയെ എനിക്ക് വേണ്ടി ജനിപ്പിച്ചാണെന്നർത്ഥം. അവളെ കെട്ടിക്കഴിഞ്ഞ എന്നോളം ഭാഗ്യം ചെയ്ത മറ്റൊരാളും കാണില്ല. എനിക്ക് കുറച്ചധികം ജോലിയുണ്ട്. എല്ലാവർക്കും ഓരോ ജോലി ഉണ്ടെന്നേ. ഓക്കെ, യു ക്യാരി ഓൺ. എല്ലാവരും ജോലി നോക്കിക്കോളൂ. ഓക്കെ സർ. അപ്പൊ എല്ലാരും ജോലി നോക്കിക്കോ. എന്റെ സങ്കടം അവനിക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ശ്രീകർ സാറിന് എന്തായാലും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ കൊടുത്ത സ്വീറ്റ് അല്ലേ, ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെയാ കുഴച്ചളഞ്ഞത്. അവൻ എന്താ ഇത്ര ഫീൽ ആവുന്നെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കണ്ടില്ലേ ഓരോ ദിവസം അവൻ എന്തൊക്കെ വൃത്തികേടുകളെ കാണിച്ചു കൊടുക്കുന്നേന്ന്? അവൻ എന്നെ മനസ്സിൽ വെച്ചിട്ട് സംസാരിച്ചെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റാത്തെ. ഇന്നലെ വീട്ടിൽ തന്നെ പെണ്ണ് കാണാൻ വന്ന കാര്യം അവനെങ്ങനെയാ മനസ്സിലാക്കിയത്? അതായിട്ട് എനിക്ക് മനസ്സിലാവാത്തെ. ഓഫീസിലേക്ക് വരാത്തോണ്ട് തന്നെ അവൻ ഫോൺ ചെയ്തിരുന്നോ? നിങ്ങൾ ചെന്നൈയിലേക്ക് പോയെന്ന് വിളിച്ചിരുന്നു. ഞാൻ ദേഷ്യപ്പെട്ട് അവന്റെ ഫോൺ കട്ട് ചെയ്തു. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അവൻ എങ്ങനെ ഇതറിഞ്ഞേ? സ്റ്റാഫ്സ് ആരെങ്കിലും, മഞ്ജുവോ ശ്രീവല്ലിയോ ആരെങ്കിലും ഫോൺ ചെയ്തിരുന്നോ? വിളിച്ചില്ല ചേട്ടാ. ചെയ്താലും ആ കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ഷെയർ ചെയ്യില്ലല്ലോ. തന്റെ ഫോണൊന്നും തന്നെ. ഇത് രാമകൃഷ്ണന്റെ നമ്പറാ. ആ ഗിരി പറഞ്ഞിട്ടാവും വിളിച്ചത്. അപ്പോ ഞാനല്ലാതെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാവും അവൻ മനസ്സിലാക്കിയത്. വർക്ക് ചെയ്യുന്നിടത്ത് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കോമൺ തന്നെയാ. പക്ഷെ ഇവൻ അതിര് കിടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോ തന്നെ എന്തോ മടുപ്പ് പോലെ തോന്നുന്നു. എന്റെ മുന്നിൽ വെച്ച് അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്തോണ്ടല്ല, അവനെ കൊല്ലാനുള്ള ദേഷ്യം വന്നത് എനിക്ക്. അവനൊന്ന് കാണണം. എന്നെ തടയില്ല അവന് വീട്. ശ്രീകരേട്ടാ, ഞാൻ നിങ്ങളുടെ ആരാണെന്നുള്ള കാര്യം അറിയാത്തതുകൊണ്ടാ അവൻ ഇതുപോലൊക്കെ കാണിച്ചു കൂട്ടുന്നത്. പക്ഷെ ഞാൻ ആരാണെന്ന് അറിഞ്ഞ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? എന്ത് അധികാരത്തിലാ എന്നെ അടിക്കാൻ നീ വന്നതെന്ന് അവൻ ഏട്ടനോട് ചോദിച്ചാ നിങ്ങളുടെ അടുത്തൊരു ഉത്തരം ഉണ്ടാവോ ഏട്ടാ? അറിയാതെ എങ്ങാനും നിങ്ങൾ ആ സത്യം പുറത്തു പറഞ്ഞ ഇങ്ങനെ ഒളിച്ചു പിടിച്ച് ജീവിക്കേണ്ട കാര്യം എന്താണെന്ന് നാട് മുഴുവൻ ചോദിക്കും. അങ്ങനെയുണ്ടായ അതിന്റെ ചീത്തപ്പേര് എനിക്ക്. കല്യാണം കഴിയാത്തവളെ പോലെ അവിടെ വീട്ടിലും ഇവിടെ ഓഫീസിലും ഒന്നും അഭിനയിച്ച് നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല.
എന്റെ ജീവിതത്തിന് ധൈര്യമാകുമെന്ന് ഞാൻ കരുതിയ താലി എനിക്ക് ഭാരമായി തുടങ്ങി. അവനെ പോയി അടിക്കുന്നതിനെ കുറിച്ചല്ല, നമ്മുടെ പ്രശ്നങ്ങൾക്ക് തക്കതായ പരിഹാരം എന്താണെന്ന് ആലോചിക്കേട്ടാ. ഇതെന്താ വീട് പുറത്തുനിന്ന് അടച്ചിരിക്കുന്നേ? എല്ലാവരും ഇവിടെ അടുത്ത് എങ്ങോട്ടൊക്കെ പോയതാ. അമ്മ നേരത്തെ ഫോൺ ചെയ്തിരുന്നു. ഒരു സെക്കൻഡേ. വാ. ഇക്കാര്യം എന്താ എന്നോട് പറയാനേ? സർപ്രൈസ് തരാൻ വേണ്ടി. ഇതിലെന്താ ഇപ്പൊ ഇത്ര വലിയ സർപ്രൈസ്? പുതുതായി കല്യാണം കഴിഞ്ഞ ജോഡികള് കുറച്ചു നേരമെങ്കിലും അവര് ഒറ്റയ്ക്ക് നിൽക്കണ്ടേ? ഇങ്ങനൊരു അവസരം നമുക്ക് നേരത്തെ കിട്ടിയില്ലല്ലോ. ആദ്യത്തെ പ്രാവശ്യ വീട്ടിൽ വേറെ ആരുമില്ല, ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ. ആരെങ്കിലും കാണുന്നുള്ള ഒരു പേടിയും വേണ്ട. സ്വാതന്ത്ര്യം കിട്ടിയ ദമ്പതിമാരെ പോലെ നമുക്ക് അടിച്ചു പൊളിക്കാടോ. ഇവിടെ ആരും ഇല്ലാതായപ്പോ എന്റെ കെട്ടിയോനൊന്ന് നന്നായിട്ട് ഉഷാറായല്ലോ. എന്റെ ആവേശവും ഉഷാറും ഒന്നും താൻ കണ്ടിട്ടേ ഇല്ല. ശരിയടോ, ഞാനൊന്ന് പോയിട്ട് കുളിച്ചിട്ട് വരാം. ശരി ഏട്ടാ, ഞാൻ അപ്പോഴേക്കൊരു കോഫി ഉണ്ടാക്കാം. ഏയ്, ചായയും കാപ്പിയൊന്നും ഇപ്പൊ വേണ്ട. താനൊന്ന് പോയി കുളിച്ചിട്ട് വാ, മനസ്സിലായോ? അല്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? പ്ലീസ് മാഡം. ശരി, ആദ്യം നിങ്ങളൊന്ന് ചെല്ലും. ആവനി, ആവനി. ആ, ദാ വരുന്നു. ഏട്ടത് കോഫി. കോഫിയൊക്കെ പിന്നെ മതി. താൻ അവിടെ വെച്ചേ. എന്താ ഏട്ടാ? പറയാടോ, ഇപ്പൊ അതവിടെ വെക്കേ. ശരി ഏട്ടാ, പറ. ഈ ടവലുണ്ടേ, തലയൊന്ന് തോർത്തിത്ത. ഇതിനാണോ എന്നെ വിളിച്ചത്? അതേടോ, ഭാര്യ ഇങ്ങനെ തല തോർത്തി തരുന്നതും പുറത്തേക്ക് ഇറങ്ങുമ്പോ ഭർത്താവിനോട് ബൈ പറയുന്നതും ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നതും ഒക്കെ നല്ലതാ. ആണോ? ഭർത്താവ് പുറത്തുനിന്ന് വീട്ടിലേക്ക് വരുമ്പോ മുല്ലപ്പൂ മേടിച്ചു കൊണ്ടുവരുന്നതും ഭാര്യ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ പിന്നിലൂടെ വന്നിങ്ങനെ കെട്ടിപ്പിടിക്കുന്നതും നല്ലതാ അവനി. ശരിയല്ലേ? അമ്മോ, ഭയങ്കര അറിവാണല്ലോ. ആ അറിവൊക്കെ ഞാനൊന്ന് പുറത്തെടുത്താലോ? ശരി, ഇരിക്കട്ടെ, തല തോർത്തി തരാം.
അടങ്ങിയിരിക്കും. എന്താ അടങ്ങിയിരിക്കേട്ടാ? ആരെങ്കിലും വന്നാലോ? ചുമ്മാ ഇരുന്ന്. ഇവിടേക്ക് ആരും ഇപ്പൊ വരാനൊന്നും പോകുന്നില്ല. ഞാൻ ടെൻഷൻ ആവണ്ട. ഇന്ന് നമ്മുടെ രണ്ടുപേരുടെ ഇടയിലേക്ക് ഒരുത്തനും വരില്ല. എനിക്ക് ഫുഡ് ഉണ്ടാക്കണം. ആവനി, ഓൺലൈനിൽ ഓർഡർ ചെയ്താ പോരെ? വേണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. ശരി എന്നാ താൻ പോയി ഫ്രഷ് ആയിട്ട് വാ. എന്നിട്ട് സുന്ദരി കുട്ടിയായിട്ടിരിക്കെ. ഞാൻ എപ്പോഴേക്കും കോളൊക്കെ ചെയ്ത് ഞാനും മിടുക്കനായിട്ടിരിക്കാം. ശരി. എന്നാ വേഗം ചെല്ല്. നിങ്ങള് വിട്ടാലല്ലേ? ഓ സോറി 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 സോറി. ശ്രീകർ, ബാഡ് ബോയ്, വാട്ട് ആർ യു ഡൂയിങ്? ഓക്കെ അല്ലേ? എന്നാ ചെല്ല്. ശരി ശരി. കോഫി കുടിക്കാം. പരിപാടി കേമോ ആയിരുന്നില്ലേ ഏട്ടാ? കെങ്കേമായിരുന്നു വേദ. ഇത്ര പെട്ടെന്ന് തീരുമെന്ന് ഞാൻ കരുതിയില്ല. രാത്രി 10 മണിയാവൂന്നാ ശ്രീകറിനോട് വിളിച്ചു പറഞ്ഞത്. പക്ഷെ പറഞ്ഞ സമയത്തിനേലും മുന്നേ വീട്ടിലോട്ട് വരാൻ പറ്റി. ശ്രീകരേട്ടനോട് വന്നായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ജോലിയൊക്കെ ഉപേക്ഷിച്ച് വരുന്നത് എങ്ങനെ നടക്കാനാ? നിങ്ങൾ എന്ത് കാര്യം വന്നാലും ശ്രീകരനെയാ സപ്പോർട്ട് ചെയ്യാറ്. ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കും കാണണം. നീ എന്തിനെങ്ങനെ പെറുപുറത്തോണ്ടിരിക്കുന്നെ? മനസ്സിൽ എന്താ ഉള്ളേന്ന് വെച്ചാ അത് പറ. എന്നിട്ടെന്തിനാ ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളെ വഴക്ക് പറയുന്നതല്ലേ അമ്മയുടെ ജോലി? എപ്പോഴെങ്കിലും ഞങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എന്ന് കരുതി നമ്മൾ പറയുന്നത് നിർത്താൻ പാടില്ല ലാവണ്യ. എന്തായാലും നമ്മുടെ കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടിയല്ലേ? പറയേ. അതെ, നീ പറ സിസ്റ്റർ. ഇഷ്ടമുള്ളവർ എപ്പോഴും നല്ലവരായിരിക്കും. ആ ആവനിയാണെങ്കിൽ അത്രയും നല്ലൊരു ആലോചന വേണ്ടെന്ന് പറയുന്നു. ശ്രീകർ ആണെങ്കിൽ ആ ആവനിക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്തോണ്ടിരിക്കുക. ഈ വിഷയത്തില് നിങ്ങൾക്കൊന്നും ഒരിക്കലും ഒരു സംശയവും ഇല്ല. അവനിപ്പോ ആവനിയുടെ റൂമിലേക്ക് ഒരു പേടിയില്ലാതെ 2-3 പ്രാവശ്യം പോകുന്നത് ഞങ്ങളൊക്കെ കണ്ടതാമേ. അവരങ്ങനെ അടുത്ത് നിൽക്കാൻ വേണ്ടി നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന പോലുണ്ട്. ഇത് കറക്റ്റാ, 100% കറക്റ്റാ. നമ്മൾ പരിപാടിക്ക് പോയി അവര് വീട്ടിലെത്തി കാണും. രണ്ടുപേർക്കും ഫുൾ ഫ്രീഡം. എന്താണാവോ അവിടെ നടക്കുന്നത്? ആവനി, 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 നിക്കാവനി, ആവനി, ആവനി നിക്ക്, നിക്കാനാ പറഞ്ഞേ. ആവനി, ആ ഇനി നീ എങ്ങോട്ടേക്ക് ഓടും? ആവനി, ആവനി, ആവനി ഒന്ന് നിക്ക്. അവിടെ നിക്കാവനി. അതെ മതി കേട്ടോ, എനിക്കിനി ഓടാനൊന്നും വയ്യ. ആരും ഇവിടെ ഇല്ലാത്തോണ്ട് എന്തൊരു സന്തോഷം നോക്കിയേ. നമുക്ക് നഷ്ടപ്പെട്ട എന്താന്ന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. ഇന്നിനി നമുക്കിടയിലേക്ക് വേറെ ആരും വരില്ല. എനിക്കും തനിക്കും മാത്രമായി നല്ലൊരു അവസരം കിട്ടിയിരിക്കാടോ. നമുക്ക് എന്താ മിസ്സായതെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ മധുരമുള്ള നിമിഷം എന്നും എന്റെ ഓർമ്മയിലുണ്ടാവും. വേണ്ട ആവനി നിക്ക്. ആവനി നിക്കാവനി. ആവനി ഓടല്ലേ ആവനി. ആവനി അവിടെ നിക്കാവനി. ആവനി, ആവനി നിക്ക്, നിക്കാവനി. വേണ്ട.